ഹലോ ഗായ്സ്, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നാളെ സംപ്രേഷണം ചെയ്യുന്ന മഴ തോരും മുൻപേ എപ്പിസോഡ് ശരണ്യയുടെ ഉറച്ച നിലപാടുകളുടെയും പോരാട്ടത്തിന്റെയും കഥയാണ് പറയുന്നത്. മനുശങ്കറിന്റെയും അലീനയുടെയും ജീവിതത്തിലെ നിർണായകമായ ചില നിമിഷങ്ങൾ നമുക്ക് നോക്കാം. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ശരണ്യയെ എല്ലാവരും വളഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന കാഴ്ചയോടെയാണ്. നാട്ടുകാർ പോരാഞ്ഞിട്ട് സ്വന്തം വീട്ടുകാർ കൂടി ശരണ്യയെ വേട്ടയാടുമ്പോൾ അവൾ സഹികെട്ട് ചോദിക്കുന്നുണ്ട്, സത്യം പറഞ്ഞതാണോ ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റ്? നിരപരാധിയായ രോഹിത്തിനെ കള്ളക്കേസിൽ കുടുക്കാൻ തന്റെ മനസ്സാക്ഷി അനുവദിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറയുന്നു. മരിക്കണമെങ്കിൽ ഞാൻ മരിക്കാം എന്ന് ശരണ്യ പറയുമ്പോൾ മാത്രമാണ് വീട്ടുകാർ ഒന്ന് തണുക്കുന്നത്. മറ്റൊരു വശത്ത് ഹരിക്ക് ജാമ്യം കിട്ടിയില്ലെന്നും 30 ദിവസം കൂടി ജയിലിൽ കഴിയേണ്ടിവരുമെന്നും ശിവശങ്കരൻ കമലയെ അറിയിക്കുന്നു. രോഹിത്തിന് ജാമ്യം കിട്ടിയത് അലീനയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് കമല ആരോപിക്കുമ്പോൾ മനുശങ്കർ അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്നും സത്യം പറഞ്ഞ ശരണ്യയെ കുറ്റപ്പെടുത്തരുതെന്നും മനു അമ്മയെ ഓർമ്മിപ്പിക്കുന്നു. അവസാനം തളർന്നുപോയ ശരണ്യ അലീനയെ ഫോൺ വിളിക്കുന്നതാണ് നാം കാണുന്നത്. എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുകയാണെന്നും പണത്തിനു വേണ്ടിയാണ് മൊഴി മാറ്റിയതെന്ന് പറയുന്നതായും ശരണ്യ സങ്കടപ്പെടുന്നു. എന്നാൽ അലീന നൽകുന്ന പിന്തുണ അവൾക്ക് വലിയ ആശ്വാസമാകുന്നു. മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്ന അലീനയുടെ വാക്കുകൾ ശരണ്യയ്ക്ക് പുതിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.